ചന്ദനത്തിന് കർപ്പൂരത്തിന് ചെറിയ വേണം. കർപ്പൂരത്തിന് ചാവ ചന്ദനത്തിന്റെ ആ വെള്ളം അതിൽ കൂടെ എങ്ങനെ വരുന്നു? അമ്പലത്തിൽ നിന്ന് അങ്ങനെ വന്നോണ്ട് മഹാദേവന്റെ കാലടി ആ ഫുൾ ടൈം ഇങ്ങനെ വന്നോണ്ടൊക്കെ എന്നും വേനൽക്കും ഒക്കെ. പിന്നെ ഇതില് കുളത്തില് വെള്ളം ഇത് തന്നെ നിക്കുള്ളൂ, പൊന്തി പോല മേലെ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു നോ പ്ലാൻ ബി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വർക്കല മെയിൻ ബീച്ചിലാണ്. എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ അങ്ങോട്ട് പോകണം, അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ച ബീച്ച്. പക്ഷെ വന്ന് എത്തിപ്പെട്ടത് വർക്കല മെയിൻ ബീച്ചിലാണ്. അവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂറോപ്യൻസിനെയൊക്കെ കാണാം. പിന്നെ അവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിക്കണമെങ്കിൽ എനിക്ക് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ദൗത്യം. മലന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണത്. ഇവിടെ ശരിക്കും കടലിലാറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സൈഡിലുള്ള കാടും മരങ്ങളൊക്കെയാണ്. വർക്കല ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് നടന്നെത്തിയിട്ടുണ്ട്. എനിക്ക് ഈ നടത്തത്തിൽ എനിക്ക് ബീച്ചിലേറെ ഇഷ്ടപ്പെട്ടത് ബീച്ചിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ്. ഈ സൈഡിൽ കംപ്ലീറ്റ് മരങ്ങൾ, പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കണേ. അതിലെന്താ വെച്ചാൽ മുകളിൽ കുറേ ഇതുണ്ട്, ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ കുറേ ഏരിയകളുണ്ട്, പിന്നെ കുറേ റിസോർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ കയറി നോക്കുകയാണ്. മുകളിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളത് അറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഈ ഒരു ഭാഗത്തുനിന്ന് മുകൾക്ക് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി മുകൾക്ക് ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ എന്താ ഉള്ളത് നിങ്ങൾ ചോദിച്ചില്ലേ? ഇവിടെ ഉള്ളത് റൂംസും കാര്യങ്ങളും ഉണ്ട്, പിന്നെ റിസോർട്ട് കാര്യങ്ങളുണ്ട്. കൂടാതെ ഫുള്ള് എന്താ പറയുക, സ്ട്രീറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഐറ്റംസ് ഉണ്ടാവില്ല, നമ്മളിങ്ങനെ മേടിക്കാൻ പോകുമല്ലോ, ഇങ്ങനെ ഫുള്ള് ഷോപ്പിംഗ് ഏരിയയാണ്. യെസ്, ഷോപ്പിംഗ് ഏരിയ. അപ്പോൾ ഇവിടെ നൈറ്റാണ് ഏറ്റവും ഭംഗി കാണാൻ. അതായത് പകൽ സമയത്ത് നമുക്കൊരു 6 മണി 7 മണിക്ക് വന്ന ബീച്ച് കാണാൻ അടിപൊളിയാക്കാരം. പക്ഷേ ഈ ഷോപ്പിംഗ് ഏരിയയും പിന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ, പിന്നെ അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ രാത്രിക്കത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ എനിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഗോവ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഫസ്റ്റ് വന്ന സമയത്ത് ഇത് എനിക്കൊരു അത്ഭുതമായിരുന്നു. ഇപ്പോൾ നൈറ്റ് വ്യൂവിൻ്റെ ഒരു ഭംഗി എനിക്ക് ആസ്വദിക്കാൻ കഴിയണില്ല. ഞങ്ങൾ നൈറ്റ് ഇവിടെ എത്തണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, ടൈം കിട്ടിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ ടൈം കിട്ടിയില്ല. പക്ഷേ രാത്രി ആവാൻ നേരത്തെ 5 മണി തൊട്ടിട്ട് ഇവിടെ സ്റ്റാർട്ടാവും, ഫുൾ വൈബാവും. 8 മണി വരെ. പണ്ട് കുറേ ടൈം നിൽക്കായിരുന്നു, ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. ഇതിൽ കൂടെ രാത്രി ഇവിടെ എൻജോയ് ചെയ്ത് നടക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ കുറേ ഇവിടെ വേണ്ടത് ബീച്ചല്ല വേണ്ടത്, ഇവിടെ കാണാനാണ് ഭംഗി. അതായത് നമുക്കൊക്കെ ഒരു രസം തോന്നുന്നത് ഇവിടെയാണ്. പിന്നെ കയറ്റി പിന്നെ ഇവിടെ ചില്ലടിക്കാം. രാത്രിയാണ് ഇവിടെ കാണേണ്ടത്. വർക്കല വരികയാണെന്നുണ്ടെങ്കിൽ രാത്രി കാണാനാണ് കാഴ്ച. പിന്നെ മുകളിൽ അത്യാവശ്യം നല്ല നല്ല റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് നേരെ ബുക്ക് ചെയ്തിട്ടൊക്കെ വരാം. ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊന്നും റൂമൊന്നും കിട്ടിയില്ല. കാരണം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ മൊത്തം ബുക്കിങ് തീർന്നതാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റിസോർട്ട് ഇതിന് മുകളിൽ തന്നെ ഉണ്ട്.